നമസ്കാരം കൂട്ടുകാരെ. ഞാൻ എൻ്റെ ഒരു കോഴിക്കോട് യാത്രയിലൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറുകയുണ്ടായി. ആ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ഈ വിഷ്വൽ കാണുന്ന ചിത്രമല്ല കേട്ടോ, ഇത് ചിത്രീകരിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഒട്ടുമിക്ക വണ്ടികൾക്കും നമ്മുടെ ഡ്രൈവർ ഹോണടിക്കുകയും കയറിപ്പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഹോണടിക്കുമ്പം ചില വാഹനങ്ങൾ സൈഡ് കൊടുക്കുന്നുണ്ട്, ഒട്ടുമിക്ക വാഹനങ്ങളും സൈഡ് കൊടുക്കാതെ ഡ്രൈവറോട് മത്സരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത്രയും യാത്രക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബസ്സിൽ നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കാരോ മറ്റുള്ളവരോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെല്ലണമല്ലോ. ആ സമയത്ത് വല്ല സ്റ്റേ ബസ്സുകളോ ട്രെയിനോ ഫ്ലൈറ്റോ ഒക്കെ മാറി കയറേണ്ടതായിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ നിങ്ങളെ മുന്നിലുള്ള വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പം നമ്മളാണെങ്കിൽ ഒരു കാര്യം കൂടെ ഓർക്കണം. റോഡിൽ ഓടുന്ന എല്ലാ ഡെസ്റ്റിനേഷൻ ബോർഡ് വെച്ച് ഓടുന്ന വണ്ടികൾക്കും നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നിശ്ചിത സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അവർക്ക് അവിടെ ചെന്ന് ആഹാരം കഴിക്കുകയോ ഒന്ന് ഉറങ്ങുകയോ ഒന്ന് കിടക്കുകയോ ഒന്ന് വൃത്തിയാവുകയൊക്കെ ചെല്ലേണ്ട സമയം കഴിഞ്ഞിരിട്ടാവും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് തിരിച്ച് അവർക്ക് എടുക്കേണ്ട സമയത്ത് കഴിഞ്ഞായിരിക്കും അവിടെ ചെല്ലുക. ആ സമയത്തൊക്കെ അവർ ആഹാരം കഴിക്കാനോ മറ്റു ബുദ്ധിമുട്ടൊക്കെ അവർക്കും ഉണ്ടാവാറുണ്ട്. അതേപോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ യാത്രക്കാർക്ക് നമ്മളെപ്പോലുള്ള യാത്രക്കാർക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ കാര്യങ്ങളൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനവണ്ടിയൊക്കെ വരുമ്പോഴേ ഈ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒക്കെ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളാണെങ്കിൽ പരമാവധി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഒന്ന് വഴിമാറി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയമുണ്ട്. നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളിൽ പോകുന്ന നമുക്ക് സമയമില്ല. നമ്മൾ ഏത് സമയത്ത് നമ്മുടെ സമയത്തിനുള്ളിൽ അവിടെ ചെന്നാൽ മതിയല്ലോ. നമുക്ക് അത്യാവശ്യമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്കൊന്ന് വഴിമാറി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതാണ് എനിക്ക് ഈ വിഷ്വൽ കണ്ടപ്പം തൊട്ട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം ആ ഡ്രൈവറോട് എന്നോട് പങ്കുവെച്ചത് അവർക്ക് ഒരുപാട് ലേറ്റായിട്ടായിരിക്കും പല സർവീസുകളും അങ്ങ് ചെല്ലുക എന്നത്.